ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 20യും അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമാണ്. ഈ രണ്ട് ചോദ്യങ്ങളും എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന 2024 നടന്ന ഡിഗ്രി ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നാമത്തേതാണ്. ആർട്ടിക്കിൾ 20 അവകാശം പോലുള്ള ചില കാര്യങ്ങളിൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നു. എക്സ് പോസ്റ്റ് ഫാക്ടോ നിയമങ്ങൾ, ഡബിൾ ജിയോപാർഡി, പ്രിവെന്റീവ് തടങ്കൽ, സ്വയം കുറ്റപ്പെടുത്തൽ. അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സ്ഥിരം ക്ഷണിതാക്കൾ ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, ചീഫ് സെക്രട്ടറി, കേരള സർക്കാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ്, കേരള സർക്കാർ. അങ്ങനെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് അറിയാമെങ്കിൽ മാത്രമായിരിക്കും പോകാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം അറിയാവുന്നവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാര്യം ഈ ഡബിൾ ജിയോപാർഡിയും എക്സ്പോസ്റ്റ് ഫാക്ടോ നിയമങ്ങളും ഒക്കെ ഡിഗ്രി ലെവൽസിന്റെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫോക്കസ് ഏരിയ തന്നെയാണ്. വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കാം. 3 സംരക്ഷണങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്? ആർട്ടിക്കിൾ 20 ആണ്. അതായത് കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഏതിനകത്ത് പറഞ്ഞത്? അനുച്ഛേദം 20യിൽ പറയുന്നത് കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പൊ 3 സംരക്ഷണങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. 20(1), 20(2) ആൻഡ് 20(3). അപ്പം 20(1) പറഞ്ഞത് ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പാസാക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ. അതായത് ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പാസാക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നതാണ്. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ എന്ന് പറയുന്നത്. 20(1) അതിനെ പറ്റിയിട്ട് പറയുന്നത്. അടുത്തതായിട്ട് നോ ഡബിൾ ജിയോപാർഡി. അതായത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല. ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 20(2) എന്ന് പറയുന്നത്. നോ ഡബിൾ ജിയോപാർഡി. അടുത്തത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 20(3) എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന സംഭവമാണ് അനുച്ഛേദം 20(3) പറയുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് NCERT കൂടെ ഓറിയന്റ് ചെയ്തിട്ട് പഠിക്കാം. കുറ്റം ചെയ്തിട്ടുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ? കുറ്റം കൃത്യം ചെയ്തിട്ടുള്ളവരെ പോലും അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും 20ാം വകുപ്പ് സംരക്ഷണം നൽകുന്നു. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാവണമെന്ന് അത് വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം ആരോപിക്കുന്ന ആൾ കുറ്റവാളി ആവണമെന്നില്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നുള്ളൂ. ആയതിനാൽ ഭരണഘടന താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും പരീക്ഷയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 20(1) എന്ന് പറഞ്ഞിരിക്കുന്നത് നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾക്ക് എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? അതായത് കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ അതായത് 98-ലാണ് കുറ്റം നടന്നതെങ്കിൽ 2024 നിയമം അനുസരിച്ച് ശിക്ഷിക്കാൻ പാടില്ല. 98-ലെ നിയമം അനുസരിച്ച് വേണം ശിക്ഷിക്കാൻ. അതാണ് ആർട്ടിക്കിൾ 20(1) നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ എന്നറിയപ്പെടുന്നത്. ഇനി പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യത്തിന് ബാധകമല്ല. അത് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുമോ അതിൽ കൂടുതലായി ശിക്ഷ ആർക്കും നൽകരുത്. അതായത് ഒന്നാമത്തെ കാര്യം തന്നെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് 2ഉം 3ലും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ഏത് ആർട്ടിക്കിൾ ആണ്? 20(1) ആണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ എന്നാണ് പറയുന്നത്. അതായത് കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. പിൽക്കാലത്തുണ്ടാകുന്ന നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുമോ അതിൽ കൂടുതലായിട്ട് ശിക്ഷ ആർക്കും നൽകരുതെന്നും പറയുന്നുണ്ട് ആർട്ടിക്കിൾ 20(1) എന്ന് പറയുന്ന നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ. അടുത്ത ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല. ആർട്ടിക്കിൾ 20(2) അതായത് നോ ഡബിൾ ജിയോപാർഡി ആണ്.
ഇനി കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായി സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. നോ സെൽഫ് ഡിസ്ക്രിമിനേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 20(3) ആണ് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ആ ചോദ്യത്തിലേക്കൊന്ന് പോയിട്ട് വരാം. അതായത് ആർട്ടിക്കിൾ 20 എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ നമ്മൾ കണ്ടു, ഡബിൾ ജിയോപാർഡി കണ്ടു, സ്വയം കുറ്റപ്പെടുത്തൽ അഥവാ സെൽഫ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സെൽഫ് ഡിസ്ക്രിമിനേഷൻ, നോ സെൽഫ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഇപ്പൊ ഇവിടെ എന്ത് മാത്രം വന്നിട്ടില്ല? ഈ പ്രിവെന്റീവ് തടങ്കൽ പറയുന്നില്ല. അപ്പം ഇവിടെ എന്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 1, 2, 4 കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എക്സ് പോസ്റ്റ് ഫാക്ടോ നിയമങ്ങൾ 20(1) ഇത് 20(2) അത് ഇവിടെ എന്താണ്? സെൽഫ് ഡിസ്ക്രിമിനേഷൻ 20(3) പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 സംരക്ഷണങ്ങൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 20 ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യമാണ് ശിക്ഷ. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ളത് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോഴും PSC ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫോക്കസ് എനിക്ക് ഇത്രയും അധികം ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം. കാര്യം നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഒന്നുകൂടെ കിട്ടും. അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സ്ഥിരം ക്ഷണിതാക്കൾ. അപ്പം ഈ ഒരു ചോദ്യവും എന്ത് തന്നെയാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSC 2022 മുതൽ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടുവരുന്ന ഫോക്കസ് ഏരിയ തന്നെയാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പല പ്രാവശ്യം ഞാൻ ഈ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. സംസ്ഥാന കേരള ധനകാര്യ കമ്മീഷൻ സ്ഥിരം ക്ഷണിതാക്കൾ ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ചെയർമാന്, ചീഫ് സെക്രട്ടറി കേരള സർക്കാർ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതും വ്യക്തമായിട്ട് അറിയാവുന്നവർക്കായിരിക്കും ആൻസറിലേക്ക് പോവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയർപേഴ്സൺ നേതൃത്വം നൽകുന്നതും വൈസ് ചെയർപേഴ്സൺ, അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി എന്നിവരും അടങ്ങുന്നതാണ് ബോർഡ്. അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് മന്ത്രിമാരും ഉണ്ട്, മന്ത്രിമാരല്ലാത്തവരും അംഗങ്ങളായിട്ട് വരുന്നുണ്ട്, മെമ്പർ സെക്രട്ടറി വരുന്നുണ്ട്, ചെയർപേഴ്സൺ നേതൃത്വം നൽകുന്നതും വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അംഗങ്ങൾ മന്ത്രിമാരുള്ളവരും മന്ത്രിമാരല്ലാത്തവരും, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ബോർഡ്. ഇനി ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ബോർഡിലേക്ക് സ്ഥിര ക്ഷണിതാക്കളാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ബോർഡിലേക്ക് സ്ഥിരം ക്ഷണിതാക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചീഫ് സെക്രട്ടറി വരുന്നുണ്ട്, ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ചീഫ് സെക്രട്ടറി കേരള സർക്കാർ. ഇനിയും അടുത്തത് എന്താണ്? ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അപ്പം ഏതൊക്കെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. അതുകൊണ്ട് മാത്രം നമ്മൾ പഠിച്ചിട്ട് ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മൾക്ക് അടുത്തടുത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ എഴുതുന്നതല്ല നമ്മുടെ കഴിവ്. അടുത്തടുത്ത നമ്മൾക്കുള്ള പരീക്ഷയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾക്കത് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കഴിവെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബോർഡ് ചെയർപേഴ്സൺ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ബോർഡിന്റെ കാലാവധി ഭരണകക്ഷിയുടെ കാലാവധിയുമായി സഹകരിച്ച്, അതായത് നമ്മളിപ്പം നീതി ആയോഗ് പഠിക്കുന്നില്ലേ, അപ്പൊ അതുപോലെ തന്നെയാണ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരള റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് ബോർഡ്, കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു ആസൂത്രണ ബോർഡ്. ഓക്കെ, അപ്പം ഇതിന്റെ കാലാവധി ഭരണകക്ഷിയുടെ കാലാവധിയുമായിട്ട് സഹകരിച്ചു പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സ്ഥിരം ക്ഷണിതാക്കൾ ആണ് ചീഫ് സെക്രട്ടറി കേരള സർക്കാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് കേരള സർക്കാർ. അപ്പൊ അത് ഈ ഫയലിൽ നിന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ അവരിങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി കേരള സർക്കാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് കേരള സർക്കാർ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അത് കൂടാതെ നമ്മൾ അംഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥിരം ക്ഷണിതാക്കളാണ് ഇപ്രാവശ്യത്തെ ചോദ്യം വന്നത്. 2 പ്രാവശ്യം കേരള PSC ചോദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ പോയിന്റ് ആയിരുന്നു. ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടായിരുന്നു ചോദ്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അതും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഘടന എന്താണ് എന്നിട്ടുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇത് കുറച്ചുകൂടി ആപ്റ്റായിട്ട് നമുക്ക് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് അത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ സ്ഥിരം ക്ഷണിതാക്കളെ പറ്റി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. കേരള സർക്കാരിനോടൊപ്പം ചീഫ് സെക്രട്ടറി, ഇനിയും കേരള സർക്കാരിനോടൊപ്പം ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഈ 2 ആൾക്കാരും ആണ് സ്ഥിരം ക്ഷണിതാക്കൾ എന്ന് പറയുന്നത്. ഇനി അംഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു, മന്ത്രി ഉള്ളവരും ഉണ്ട്, മന്ത്രി അല്ലാത്തവരും ഉണ്ട്. അപ്പൊ മന്ത്രി അല്ലാത്ത അംഗങ്ങൾ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരാണ്. ഇവരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പൊ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു, മന്ത്രി അല്ലാത്തവരെ ആരാണ്? സർക്കാരാണ്. ഈ അംഗങ്ങൾ അതത് മേഖലകളിലെ വിദഗ്ധരായി പ്രവർത്തിക്കുകയും പദ്ധതി രൂപീകരണം, നടപ്പാക്കൽ, നയപരമായ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിദഗ്ധ ഉപദേശം സർക്കാരിന് നൽകുന്നുണ്ട്. അപ്പൊ മന്ത്രിമാരായിട്ട് അല്ലാത്തവരെ സർക്കാരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതത് മേഖലകളിലെ വിദഗ്ധരായ
വിദഗ്ധരായിട്ട് പ്രവർത്തിക്കുകയും പദ്ധതി രൂപീകരണം, നടപ്പാക്കൽ, നയപരമായ കാര്യങ്ങൾ എന്നിവയെ സംബന്ധിച്ച് വിദഗ്ധ ഉപദേശം സർക്കാരിന് നൽകുന്നുണ്ടോ? യെസ്. ഇനി മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞത് ബോർഡ് യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളുടെയും ബോർഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ള ഔദ്യോഗിക ബോർഡ് അംഗമാണ് മെമ്പർ സെക്രട്ടറി. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ സ്പീക്കറാണ് എല്ലാ കാര്യങ്ങളും വിളിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞ പോലെ മെമ്പർ സെക്രട്ടറിയാണ് ബോർഡ് യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടുന്നതും ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെ ഏജൻസികളിലൂടെയും ബോർഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ള ഔദ്യോഗിക ബോർഡ് അംഗമാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞത്. അപ്പൊ സാങ്കേതിക വിഭാഗം മേധാവികൾ അവരുടെ മേഖലകളുമായി ബന്ധപ്പെട്ട വികസന വിഷയങ്ങളിൽ വിദഗ്ധരായ ഇവർ സാങ്കേതിക വിഷയങ്ങളിൽ മെമ്പർ സെക്രട്ടറിക്ക് പിന്തുണ നൽകുന്നു. അപ്പൊ സാങ്കേതിക വിഭാഗം മേധാവികൾ മെമ്പർ സെക്രട്ടറിക്ക് പിന്തുണ നൽകുന്നുണ്ടോ? യെസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഇൻ ഓൾ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെമ്പർ സെക്രട്ടറിയാണ്. ഇനി നമ്മൾക്ക് ഇതിന്റെ പ്രവർത്തനം എന്താണെന്നൂടെ നോക്കാം. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുന്നതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. വാർഷിക സാമ്പത്തിക അവലോകനം എഴുതുന്നുണ്ട്. യെസ്, അത് തയ്യാറാക്കുന്നുണ്ട്. പ്രത്യേക മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇത് വന്നിട്ടുണ്ട്. പ്ലാൻ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേരളത്തിൻ്റെത്. അതായത് അവിടുത്തെ ഒരു MIS സിസ്റ്റം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പദ്ധതികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കുന്നതും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡാണ്. അതായത് നമ്മളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ പ്ലാനിംഗ് ബോർഡിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന കാര്യവും പ്ലാനിംഗ് ബോർഡിന്റെ ഉത്തരവാദിത്വത്തിലാണ് വരുന്നത്. ഈ വികേന്ദ്രീകരണ സെല്ലിന് പ്രവർത്തിക്കാൻ പരിസരം നൽകലും അതിന്റെ ഏകോപനം, വികേന്ദ്രീകരണ സെല്ലിന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പരിസരം നൽകലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നു. ഒരു ബുദ്ധി കേന്ദ്രം, നമ്മളിപ്പം നീതി ആയോഗിനെ തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനെ ഒരു തിങ്ക് ടാങ്ക് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബാഹ്യമായ ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, നബാർഡ്, CSR ഫണ്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശുപാർശകളും എല്ലാം ഏകോപിപ്പിക്കുന്നു. അതായത് എവിടുന്നൊക്കെ ഫണ്ടുകൾ ലഭിക്കുന്നുണ്ടോ, അത് കേന്ദ്രമായിക്കോട്ടെ, നബാർഡ് ആയിക്കോട്ടെ, CSR ആയിക്കോട്ടെ, ബാഹ്യമായിട്ട് ലഭിക്കുന്ന പദ്ധതികൾ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും എല്ലാം ശുപാർശ ചെയ്ത് ഏകോപിപ്പിക്കുന്ന ജോലി പ്ലാനിംഗ് ബോർഡിന്റെ തന്നെയാണ്. അധ്യക്ഷൻ നയപരമായിട്ടുള്ള വിവരങ്ങൾ തയ്യാറാക്കൽ, വേണ്ട കാര്യങ്ങളൊക്കെ അധ്യക്ഷൻ നൽകുന്നതും ഈ ബോർഡിന്റെ പ്രവർത്തനം തന്നെയാണ്. നിർദ്ദേശങ്ങൾക്കും ഉപദേശത്തിനും വേണ്ടി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അഭ്യർത്ഥനയോട്, അതായത് ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറെ ശുപാർശകളൊക്കെ വരും, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ ആസൂത്രണ ബോർഡാണ്. അപ്പൊ ഈ 9 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട് 2 എക്സാംസിന് ഡിഗ്രി ലെവൽസ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക, അത് 5 വർഷത്തേതും ഉണ്ട്, വാർഷികവും ഉണ്ട്. ഇതൊന്നും നമുക്ക് ഇപ്പൊ സംശയം തോന്നുന്നില്ല. പരീക്ഷാ ഹോളിൽ ഇരിക്കുമ്പോൾ അയ്യോ വാർഷിക പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുള്ളതൊക്കെ സംശയം വരുന്നുണ്ട്. വാർഷികമായിട്ട് സാമ്പത്തിക അവലോകനം എഴുതുന്നു, അതായത് ബഡ്ജറ്റ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അവലോകനം എഴുതുന്നുണ്ട്. MIS സോഫ്റ്റ്വെയർ ആണ് ഇവരുടെ പ്ലാൻ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വഴിയിട്ടാണ് ഇവർ ഒബ്സർവ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ, ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു, ശുപാർശ ചെയ്യുന്നു, ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. വികേന്ദ്രീകരണ സെല്ലിന്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അതാണ് വികേന്ദ്രീകരണ സെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ഏകോപിപ്പിക്കുന്നു. ദെൻ അധ്യക്ഷൻ നയപരമായിട്ടുള്ള വിവരങ്ങൾ തയ്യാറാക്കൽ എന്നിവയും ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അവരുടെ റിക്വസ്റ്റുകൾക്ക് അനുസരിച്ച് അതിനെല്ലാം റിയാക്ട് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? ഈ ബോർഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഘടകങ്ങൾ എന്നത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, സാങ്കേതിക വിഭാഗം, ജില്ലാ ആസൂത്രണ ഓഫീസുകൾ, ഇത് 3 ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, സാങ്കേതിക വിഭാഗം, ജില്ലാ ആസൂത്രണ ഓഫീസുകൾ എന്നിവയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, സാങ്കേതിക, മുമ്പേ പറഞ്ഞായിരുന്നല്ലോ മെമ്പർ സെക്രട്ടറിയെ ഇവര് സഹായിക്കുന്നുണ്ട്, സാങ്കേതിക വിഭാഗം മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്നു. ഇനി അത് കൂടാതെ ജില്ലാ തലത്തിൽ ആസൂത്രണ ഓഫീസുകളും ഉണ്ട്. അതായത് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് സാങ്കേതിക വിഭാഗങ്ങളിലൂടെയാണ് മുഖ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. വികസന വിഷയങ്ങളിൽ വിദഗ്ധരായ ഒരു ചീഫാണ് സാങ്കേതിക വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പൊ അവിടുത്തെ ചീഫ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സാങ്കേതിക വിഭാഗത്തിന്റെ ചീഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വിദഗ്ധനായിട്ടുള്ള വിഷയത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓരോ വിഭാഗങ്ങളിലും ചീഫിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജോയിന്റ് ഡയറക്ടർമാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ, റിസർച്ച് ഓഫീസർമാർ, റിസർച്ച് അസിസ്റ്റന്റുമാർ എന്നിവയൊക്കെ ഉണ്ട്. ജോയിന്റ്, ഡെപ്യൂട്ടി, അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർമാർ, റിസർച്ച് അസിസ്റ്റന്റുമാർ, ഇവരെല്ലാം ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്? ഈ വിദഗ്ധനെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പരമായിട്ടുള്ള കാര്യങ്ങൾ മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. നമ്മൾ സ്ഥിരം ക്ഷണിതാക്കൾ പഠിച്ചു, അംഗങ്ങൾ പഠിച്ചു,
മെമ്പർ സെക്രട്ടറിയുടെ കാര്യം പഠിച്ചു, അതിന്റെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പഠിച്ചു, ആസൂത്രണ ബോർഡിന്റെ ഘടന പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി ആ ക്വസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സ്ഥിരം ക്ഷണിതാക്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് യാതൊരുവിധ സംശയവുമില്ലാതെ കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി പറയുന്നുണ്ട്. ഇനി കേരള സർക്കാരിന്റെ ഏത് വകുപ്പോടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓപ്ഷൻ 4 ധനകാര്യ വകുപ്പിന്റെതാണ്. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ല കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് എന്തോ ഓർത്ത് വെച്ചാൽ മതി, ധനകാര്യ വകുപ്പാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ശരിയല്ലേ? 2ഉം 4ഉം. അപ്പൊ ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. കണ്ടോ, ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്തോടെ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഞാൻ കുറെ ടൈംസ് ഇത് എടുത്തിട്ടുള്ള ക്ലാസ് ആണ്. പുതുതായിട്ടുള്ള സ്റ്റുഡൻസ് കാണുവാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ബാച്ച് റണ്ണിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് നൽകുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളവും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇംഗ്ലീഷും മലയാളവും ലാംഗ്വേജസ്, അതായത് നമുക്ക് 20 മാർക്കിൻ്റെതൊക്കെ വരുന്നില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നോട്ട്സുകളൊക്കെ നമുക്ക് മലയാളത്തിലായിരിക്കും വരുന്നത്, പഠിപ്പിക്കുന്നത് മലയാളത്തിലായിരിക്കും. അത്യാവശ്യം വേണ്ട നോട്ട്സ് ഒക്കെ മാത്രമായിരിക്കും ഇംഗ്ലീഷിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഈ സ്ലൈഡിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയും ടോപ്പിക്സുകൾ നമ്മൾ എടുത്തു കൊടുക്കുന്നതുണ്ടായിരിക്കും. അപ്പം അത് മെയിൻസ് പരീക്ഷയ്ക്ക് 166 മാർക്കിന്റെ കണ്ടന്റ് നമ്മൾ ടോട്ടലി പഠിപ്പിക്കുന്നുണ്ട്. പ്രിലിംസിൻ്റെതാണെങ്കിൽ 80 മാർക്കിൻ്റെതും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ റിപ്പബ്ലിക് ഡേ ഓഫർ ഉണ്ട്, ജനുവരി മാസം 27 വരെ, അതായത് നാളെ വരെ ഉണ്ട്. ഞാൻ ജനുവരി 26-നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. 10% ഓഫ് അവൈലബിൾ ആണ് ഇതിൽ നിന്നിട്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ദിവസവും 2 ക്ലാസ്സസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് 7 മണി മുതൽ 7:45 വരെയും 11:15 മുതൽ 12 മണി വരെയും ആണ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച നമ്മൾക്ക് എക്സാം ഉണ്ടായിരിക്കും. ഇത് കൂടാതെ മെഡിറ്റേഷൻ അവൈലബിൾ ആയിരിക്കും. ഈ ജോബ് കിട്ടാൻ വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വീക്ക്ലി പറയുന്നുണ്ടായിരിക്കും. മോട്ടിവേഷൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ താല്പര്യമുള്ളവർക്ക് കമ്പൈൻഡ് സ്റ്റഡി എല്ലാ ദിവസവും രാത്രി 7:45 മുതൽ 8:15 വരെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കാണാൻ പറ്റാത്തവർക്കാണെങ്കിൽ റെക്കോർഡും PDF-ഉം അവൈലബിൾ ആണ്. PDF എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. താങ്ക് യു. ഐ ലവ് യു ഓൾ.